മേലെ തലപ്പാവ് ധരിക്കലാണ്. ഇത് സ്വഹിയാണെങ്കിൽ സഹോദര, ഇന്ന് സമൂഹത്തിൽ എത്ര ആളാ ഈ വ്യത്യാസം സ്വീകരിച്ചവനുള്ളത്? ഇവിടെ എത്ര ആളുണ്ട് ഈ വ്യത്യാസം സ്വീകരിച്ചവൻ? തൊപ്പിട്ട് അതിന് മേലെ കെട്ടിയവനായ മുസ്ലിം ആവുള്ളൂ, അല്ലാത്ത മുസ്ലിം അല്ല. പരസ്പരം തിരിച്ചാണ് ഷിആറ്, അടയാളം അതാണ് എന്നാ. ആ അടയാളം സ്വീകരിക്കുന്ന എത്ര ആളാ ലോകത്തുള്ളത്? നമ്മുടെ നാട്ടിൽ പോട്ടെ. അപ്പം അതൊന്നും ഞാൻ അതുകൊണ്ട് മാത്രം തള്ളണം എന്നല്ല, പക്ഷേ സനദ് പ്രകാരം സ്വഹിയല്ല, നിർമ്മിതങ്ങളായ റിപ്പോർട്ടുകളാണ്. പിന്നെ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, നബി തങ്ങൾ തലപ്പാവ് ധരിച്ചു, ഹദീസിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി തങ്ങൾ നീളക്കുപ്പായം ധരിച്ചു, ഹദീസിലുണ്ട്. നമ്മൾ സ്വഹീഹ് മുസ്ലിമിൽ വായിച്ചല്ലോ. അതേ സ്വഹീഹ് മുസ്ലിമിൽ നബി തങ്ങൾ മക്കാ ഫതഹിന്റെ അന്ന് കറുത്ത തലപ്പാവ് ധരിച്ചു വന്നു എന്ന് മുസ്ലിമിലുണ്ടല്ലോ. മക്കാ ഫതഹിന്റെ അന്ന് കറുത്ത തലപ്പാവ് ധരിച്ചിട്ടാണ് നബി തങ്ങൾ വന്നത്, മുസ്ലിമിലുണ്ട്. നബി തങ്ങൾ ഒട്ടകപ്പുറത്ത് പോയി, ബുഖാരി മുസ്ലിമിലുണ്ട്. നബി തങ്ങൾ ഗോതമ്പ് തിന്നു, സ്വഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി തങ്ങൾ ഈത്തപ്പനയുടെ ഓലയിൽ കിടന്നുറങ്ങി, ഹദീസിൽ വന്നിട്ടുണ്ട്. നബി തങ്ങളുടെ വീട് ഈത്തപ്പനയുടെ ഓലയായിരുന്നു, അതിന് ചുമര്, ഹദീസിലുണ്ട്. അതൊക്കെ നമുക്ക് സുന്നത്താണോ? അല്ല. അതൊക്കെ സുന്നത്താണോ? അല്ല. പിന്നെന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ നബി തങ്ങളുടെ പ്രവർത്തനങ്ങൾ രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഞങ്ങളല്ല വിശദീകരിച്ചത്. ഷാഫി മദ്ഹബിലെ ഉസൂലി പണ്ഡിതനായ ഇമാമുൽ ഹറമൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അബുൽ മഅലി അൽ ജുവൈനി 419 മരിച്ച ഇമാമാണ്. 419 മരിച്ച ഇമാമുൽ ഹറമൈൻ എന്നറിയപ്പെടുന്ന അബുൽ മഅലി അൽ ജുവൈനി അദ്ദേഹത്തിന് അൽ ബുർഹാൻ എന്ന കിതാബിലും അദ്ദേഹത്തിന് അൽ വർഖാത്ത് എന്ന കിതാബിലും അദ്ദേഹം അത് വിശദീകരിക്കുന്നു. നബി തങ്ങളുടെ ഫീലുകളെ രണ്ടാക്കി തിരിച്ചു. ഒന്ന് ഖുർബത്തും ബത്വാഅ, ആരാധനയുടെ ഭാഗമായി, ദീന്റെ ഭാഗമായി ചെയ്തത്. മറ്റൊന്ന് നബി തങ്ങളുടെ ആദത്തിന്റെ ഭാഗമായി, നാട്ടിലെ ചര്യയുടെ ഭാഗമായി. അതേപോലെ ആ ഒരു മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമായി നബിയുടെ ഉറക്കം, നബിയുടെ വിശപ്പ്, നബിയുടെ ദാഹം, നബിയുടെ ഭക്ഷണം, നബിയുടെ അത്തരം കാര്യങ്ങൾ, അതൊക്കെ നബി ഒരു മാനുഷികമായി ചെയ്തതാണ്. എന്നാൽ അതിൽ പ്രത്യേക മര്യാദ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അതാണ് നമുക്ക് സുന്നത്തായി പറഞ്ഞത്. നബി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചത്? ഗോതമ്പം കഴിച്ചു. നമ്മൾ ഗോതമ്പ് കഴിക്കൽ സുന്നത്താണോ? അല്ല. അല്ല. നബി തങ്ങൾ വലത്തേ കൈകൊണ്ട് കഴിച്ചു, അത് നമുക്ക് സുന്നത്താണോ? ആണ്. എന്തുകൊണ്ട്? അത് നബി പ്രത്യേകം പറഞ്ഞു. നബി തങ്ങൾ ഒട്ടകപ്പാല് കുടിച്ചു, അതുകൊണ്ട് ഒട്ടകപ്പാല് കുടിക്കുക സുന്നത്താ? അല്ല. ഹദീസിൽ ഒരുപാട് വന്നിട്ടുണ്ട്, നബി തങ്ങൾ ഒട്ടകപ്പാല് കുടിച്ചു, അതുകൊണ്ട് ഒട്ടകപ്പാല് സുന്നത്തുണ്ടോ? ഇല്ല. എന്നാൽ ഒട്ടകപ്പാല് കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം അത് ഹദീസിൽ പ്രത്യേകം പഠിപ്പിച്ചു നമ്മളെ, അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നബി തങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഉറങ്ങൽ സുന്നത്താണോ? അല്ല. എന്നാൽ ഉറങ്ങുമ്പോൾ എന്ത് മര്യാദ വേണം അത് വേറെ പറഞ്ഞു, അത് സ്വീകരിക്കണം. നബി തങ്ങൾ നിന്നു, ഇരുന്നു, കിടന്നു, അതൊക്കെ സുന്നത്താണോ? അല്ല. അതാണ് ആദത്ത്, സമ്പ്രദായങ്ങൾ. അതേപോലെ നബി തങ്ങൾ മാനുഷികമായി ചെയ്ത കാര്യങ്ങൾ. അപ്പം അതിലൊന്നും അല്ല സുഹൃത്തെ തർക്കമുള്ളത്. ഈ വിഷയം അത് സുന്നത്തായി പറയണമെങ്കിൽ പ്രമാണം ആവശ്യമുണ്ട്. പിന്നെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു കുറച്ച് കട്ടി കൂട്ടിയതുകൊണ്ട് എല്ലാ ഇമാമികളും ഉണ്ടാവില്ല, അതുണ്ടാവില്ല. ആകെ വായിച്ചത് ഇബ്നു ഹൈതമിയാണല്ലോ, 900 ശേഷം ജീവിച്ച, അതല്ലേ ഇപ്പം ഇതിന് തെളിവ് പറഞ്ഞത്. അപ്പം എല്ലാ ഇമാമിങ്ങളും പറഞ്ഞതുകൊണ്ട് അതുണ്ടാവില്ല. സുന്നത്താണെന്ന് എല്ലാ ഇമാമികളും പറഞ്ഞിട്ടില്ല, പറഞ്ഞോലുണ്ടില്ല എന്നല്ല, എല്ലാവരും പറഞ്ഞിട്ടില്ല. ഒരു ഇമാമ് പറഞ്ഞതോടുകൂടി അത് സുന്നത്തായി മാറുകയുമില്ല. ലോകത്തൊരു ഇമാമ് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു സംഗതി സുന്നത്താവില്ല, ഒരു സംഗതി ബിദ്അത്താവില്ല. നേരെ വെച്ച് പ്രമാണമുണ്ടോ, പിൻബലമുണ്ടോ എങ്കിൽ അത് പ്രകാരം അമൽ ചെയ്യണം. ഇല്ലേ എല്ലാ ഇമാമികളും പറഞ്ഞാലും ശരിയല്ല. ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട് ശവ്വാൽ 6 നോമ്പ് സുന്നത്തില്ല, അവിടെ സുന്നത്തില്ലാതാക്കുമോ? ഇമാം മാലിക് പറഞ്ഞാൽ ശവ്വാൽ 6 നോമ്പ് സുന്നത്തില്ല, അത് ബിദ്അത്താകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാ. നമ്മളെന്താ ചെയ്യുക? ഇമാം മാലിക് പറഞ്ഞാൽ ശരിയല്ല, ഹദീസ് വന്നു, നമുക്ക് സ്വീകരിക്കാം. അതാണ് ഇതിലെ മാതൃക. അപ്പം ഹദീസ് ഉണ്ടോ, പ്രമാണമുണ്ടോ, തെളിവുണ്ടോ, ഏത് ഇമാമ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നമ്മൾ ചെയ്യണം. തെളിവില്ലേ, ഏത് ഇമാമ് പറഞ്ഞാലും നമുക്കത് ബാധകവുമല്ല. എല്ലാ ഇമാമികളും പാപസുരക്ഷിതന്മാരല്ല, എല്ലാവരും മഅസൂമികളല്ല. ഗവേഷകന്മാർക്ക് എല്ലാവർക്കും ശരിയെ പറ്റൂ എന്നില്ല. ഗവേഷകന് തെറ്റുപറ്റിയാൽ ഒരു കൂലിയുണ്ട്, ഗവേഷകൻ ശരി പറ്റിയാൽ 2 കൂലിയുമുണ്ട് എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. ഏതായിരുന്നാലും സൂചിപ്പിച്ച പോലെ മുഖ്യ വിഷയം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു അല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അമ്പിയാക്കളെ, ഔലിയാക്കളെ, മലക്കുകളെ, ജിന്നുകളെ, ശൈത്താന്മാരെ അല്ലാത്തവരെ എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കൻ ഏർപ്പാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ശരിയല്ല, അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, ഖുർആനിക വിരുദ്ധമാണ്. സ്വർഗം ഹറാമാകുന്ന, നരകം നിർബന്ധമാകുന്ന, എല്ലാ അമലും ബാത്തിലാകുന്ന പ്രവർത്തനമാണ് അത് എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതിലാവട്ടെ നമ്മുടെ ചർച്ചകൾ പ്രധാനമായും ഊന്നേണ്ടത്. എന്നാൽ അല്ലാത്തത് പറഞ്ഞുകൂടാ എന്നല്ല, അല്ലാത്തത് പറയാം. പക്ഷേ ആവശ്യമില്ലാത്തത് ബോധ്യപ്പെട്ടിട്ടും പിന്നെയും തൽക്കാലം അങ്ങനെ ജയിക്കാൻ വേണ്ടി നീട്ടിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചോളി, ഒരു കുഴപ്പമില്ല, ഞങ്ങളത് വേണമെങ്കിൽ ഇവിടുന്ന് പ്രഖ്യാപിക്കും ചെയ്തോളാം നിങ്ങൾ ജയിച്ചു എന്നുള്ളത്, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പരലോകത്ത് ജയിക്കാൻ നമ്മൾ നോക്കുക. ദുനിയാവിലെ വിജയമല്ല, അതിനപ്പുറത്ത് ഇത് ദീനാണ്.
അവിടെ റസൂലുള്ളാഹിന്റെ പേരിൽ നമ്മൾ സംഭവം പറയുമ്പോൾ അത് സ്വഹിയാണോ അല്ലേ 100% ബോധ്യപ്പെടുത്തണം. ഇവിടെ മൗളൂ ആണ്, നിർമ്മിതമാണ് എന്ന് മുൻകാല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തന്നെയും രേഖപ്പെടുത്തി വെച്ചത് ഇത്ര വ്യക്തമായി പറഞ്ഞിട്ട് പിന്നെയും ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിയുടെ പേരിൽ മനഃപൂർവ്വം കളവുണ്ടാക്കി പറയലാകുമോ എന്ന് നിങ്ങൾ സംശയിക്കണം. നമ്മളൊക്കെ അത് പേടിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു കളവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ മുൻകാലത്തൊരു പണ്ഡിതൻ പറഞ്ഞത് എടുത്തുദ്ധരിച്ചേ ഉള്ളൂ. ഇമാം തൊബറാനി പറഞ്ഞ ഹദീസ് ഞാൻ എടുത്തുദ്ധരിച്ചേ ഉള്ളൂ. ഈ ഇമാം തൊബറാനി പറഞ്ഞ ഈ ഹദീസിന് ഇബ്നുൽ ജൗസി റദ്ദ് അസ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതേ ഹദീസിനെ കുറിച്ച് തന്നെ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് സഹീഹാണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്തേ നിങ്ങൾ വായിക്കാതെ പോയത്? ഇമാം തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറയോട് ഇബ്നു ജൗസിയേക്കാൾ അടുത്ത പണ്ഡിതനാണ്. ആ തൊബറാനിയാണ് ഈ ഹദീസ് എടുത്തുദ്ധരിക്കുന്നത്. ആ ഹദീസിനെ കുറിച്ച് പിൽക്കാലത്ത് വന്ന ഇബ്നു ജൗസി എന്തു പറഞ്ഞു? ഈ ഹദീസ് അസ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ അതേ കാലഘട്ടക്കാരനായ ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ ഈ ഹദീസ് സഹീഹാണെന്ന്. അത് എടുത്തുദ്ധരിച്ച് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തുഹ്ഫയുടെ 3-ാം വാള്യം 36-ാമത്തെ പേജിൽ എഴുതുന്നു, വതുസന്നുൽ ഇമാമത്തു ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി തലപ്പാവ് സുന്നത്താണ്. വലികസ്തി തജമ്മുലി, ഭംഗി ഉദ്ദേശിച്ചും തലപ്പാവ് സുന്നത്താണ്. ലിൽ അഹാദീസിൽ കസീറത്തി ഫീഹാ, അതിൽ ഒരുപാട് ഹദീസുകൾ ഉണ്ടായതിനു വേണ്ടി. വസ്തിദാദു ളുഫി കസീരിൻ മിൻഹാ യജ്ബറുഹു കസറത്തു തുർക്കിഹ വസഅമു വലഇ കസീരിൻ മിന്നാ തസാഹുലൻ കമാ ഹുവ ആദത്തു ഇബ്നുൽ ജൗസി. ഇബ്നുൽ ജൗസിയുടെ സമ്പ്രദായം അതായത് പോലെ പല ആളുകളും ഈ ഹദീസ് മൗദൂ ആണ് എന്ന് പറഞ്ഞത് അത് തസാഹുലാണ്. വൽ ഹാക്കിമു ഫി തസ്ഹീഹി, ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് സഹീഹാണ് എന്ന വാദത്തിലാണ്. അലാ തറ, നിങ്ങൾ കാണുന്നില്ലേ, ഇല ഹദീസ് തമ്മു തസ്ദാദു ഇൽമൻ, നിങ്ങൾ തലപ്പാവ് ധരിക്കുക എന്നാൽ നിങ്ങൾക്ക് സമാധാനം ആ തലപ്പാവിലൂടെ നിങ്ങൾ സമാധാനത്തെ വർദ്ധിപ്പിക്കൂ എന്ന ഹദീസ്. ആ ഹദീസ് നിങ്ങൾ കാണുന്നില്ലേ? ഹൈസ്വാക്കമ ഇബ്നുൽ ജൗസി ഹുക്മ ചെയ്തത് ഈ ഹദീസ് മൗദൂ ആണെന്നാണ്. വൽ ഹാക്കിമു ബിസിഹ്ഹതിഹി, എന്നാൽ ഹാക്കിം ഈ ഹദീസ് സഹീഹാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇമാം തൊബറാനി പറഞ്ഞ ഹദീസിനെ കുറിച്ച് രണ്ടഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രണ്ടഭിപ്രായത്തിൽ ഈ അഭിപ്രായം മാത്രം പിടിച്ച് മറ്റേ അഭിപ്രായം ശരിയല്ല, അത് ഇതിനേക്കാളും ദഈഫാണ് എന്ന് നിങ്ങൾ ഈ പിടിക്കുന്നതിന്റെ സനദാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആ ഭാഗത്തേക്ക് കടന്നിട്ടില്ല. നിങ്ങൾ ഹദീസ് മൗദൂ ആണെന്ന് പറഞ്ഞു എന്നല്ലാതെ ആ ഹദീസ് മൗദൂ ആവാനുള്ള കാരണം എന്റെ ഉസ്താദ്, എന്റെ മൗലവിമാർ ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ ഇത് ജയിക്കാൻ വേണ്ടിയല്ല, അത് എന്നെ കുറിച്ച് അറിയുന്ന പ്രവർത്തകന്മാർക്ക് ഞാൻ പറയും, ഞാൻ സത്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അല്ലാതെ നിങ്ങളെ മുമ്പിൽ ജയിച്ച് ആളാവുക, തോറ്റിട്ട് ഞാൻ തൊപ്പിടുക, ഈ ഒരു ലക്ഷ്യം കൊണ്ടല്ല. വല്ലാഹി സുമ്മ വല്ലാഹി അല്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ വല്ലാഹി പറഞ്ഞാൽ അത് അംഗീകരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ എന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആ വിഷയത്തെ കുറിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, ഓഡിയൻസിനെ നമ്മൾ പരിഗണിക്കണമല്ലോ, അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഹീദ് ശിർക്കിലേക്ക് മാറാം. ഞാൻ അതിനും തയ്യാറാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇവിടെ സഹോദരൻ ഹാക്കിം ആ ഹദീസ് സ്വഹീഹാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉസൂൽ ഹദീസിൻ്റെ കിതാബ് തദ്രീബു റാവിയോ അല്ലെങ്കിൽ തഖ്രീബോ ഒക്കെ നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ ഹാക്കിമിനെ സംബന്ധിച്ച് ഇമാം സുയൂത്തിയും ഇമാം നവവിയും ഒക്കെ എന്താണ് തസ്ഹീഹിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് പരിശോധിച്ചാൽ നന്നാകും. ഇമാം ഹാക്കിം സ്വഹീഹാണെന്ന് പറഞ്ഞ ഒരു ഹദീസിനെ മുഹദ്ദിസുകളാരും ഒറ്റയടിക്കത് സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം മുത്തസാഹിലാണ്. അതാണ് വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇത് മൗദൂ ആണെന്ന് പറഞ്ഞ് ഇബ്നുൽ ജൗസി മാത്രമല്ല, ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാഖി അദ്ദേഹത്തിൻ്റെ ഇഹ്യാഉൻ്റെ തഹ്രീജിൽ വിശദീകരിച്ചിട്ടുണ്ട്. ദാറഖുത്നി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം അൽ അസ്ദി റഹ്മഹുല്ല അദ്ദേഹം പറഞ്ഞു ഈ ഹദീസിൻ്റെ സനദിൽ അയ്യൂബ് ബിൻ മുദർക്ക് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അയാൾ കെട്ടിയുണ്ടാക്കിയ ഹദീസാണിത്. അതാണ് ഹദീസ് മൗദൂ ആകാനുള്ള കാരണം. അതല്ലാതെ ഞങ്ങൾ മുജാഹിദുകളൊരു ഹദീസ് കിട്ടിയത് മൗദൂ ആക്കിയതല്ല. അയ്യൂബ് ബിൻ മുദർക്ക് എന്ന് പറയുന്ന റാവി ആ ഹദീസിലുള്ളത് കൊണ്ട് അയാൾ കെട്ടിയുണ്ടാക്കിയതാണ് ഈ ഹദീസ് എന്നാണ് ഇമാം അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ആ തൊപ്പിമിങ്ങനെ തൂങ്ങി നിൽക്കേണ്ട തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ആളുകളിലേക്ക് എത്തുന്നത് ഭയം കൊണ്ടാണോ എന്നറിയില്ല. അതിനെ ഇങ്ങനെ പിടിച്ചധികം ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല.
ഇസ്തിഗാസയുമായും തവസ്സുലുമായും അതുപോലെ തന്നെ നബിദിനവുമായും ബന്ധപ്പെട്ടും ആണ്ട് നേർച്ചയും അതുപോലെ തന്നെ മുഹറം മാസം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പ്രധാനമായും തർക്കത്തിലുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയമാണ് ഇവിടെ പ്രധാനമായും ചർച്ചയ്ക്ക് വരേണ്ടത്. ബഹുമാനനായ മൂസാ സലാഹി വിഷയാവതരണത്തിലും ആ കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. ഇനി എൻ്റെ സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹദീസ് യുറ അന്നഹു കദിബ്, അത് കളവാണെന്ന് കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഹദീസ് ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഫഹു അഹദുൽ കാദിബൈൻ, അവ രണ്ട് കള്ളന്മാരിൽ ഒരുത്തനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ പേരിൽ കളവാണെന്ന് ആരോപിക്കപ്പെടുന്ന ഹദീസ് അത് റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കി വീണ്ടും പറഞ്ഞാൽ അവൻ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിമിൻ്റെ മുഖദ്ദമയിലെ ഹദീസ് കാണാം. അത് ഒന്നാമത്തത് അത് കെട്ടിയുണ്ടാക്കിയവനാണ്, രണ്ടാമത്തത് കെട്ടിയുണ്ടാക്കി എന്നറിഞ്ഞിട്ടും അത് വീണ്ടും ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ്. ഗൗരവമുള്ള വിഷയമാണെന്ന് സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് സമാധാനപരമായി ചർച്ച ചെയ്യാം. സുഖമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ രണ്ട് കാലം സുഖമില്ല, അതുകൊണ്ടാണ് എനിക്ക് അവിടെ പോയി നിന്ന് സംസാരിക്കാൻ വയ്യാത്ത. രണ്ട് കാലം സുഖമില്ലാത്ത ഒരാളാണ്. എനിക്ക് ഇസ്തിഗാസയെ സംബന്ധിച്ചാണ് ചോദിക്കാനുള്ളത്. അതായത് നമ്മളെ ഓരോ നാടുകളിലും അനവധി പള്ളികളുണ്ട്. ഒരുപാട് ആളുകൾ ആ പള്ളിക്കാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ. എൻ്റെ പിതാവ് മരിച്ചുപോയി, നിങ്ങളുടെ പിതാക്കന്മാരുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്താണ് ജനങ്ങൾ ഈ പെരുമ്പടപ്പിലേക്കും മമ്പുറത്തേക്കും അതുപോലെ വലിയ വലിയ ദർഗകളിലേക്കും ജനങ്ങൾ ചെല്ലുന്നതും? അവിടെ ജനങ്ങൾ ഒരു ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണല്ലോ അവിടെ ചെല്ലുന്നത്. അവർ നമ്മൾ ഹുദൂൻ തദല്ലുലും അത് പാടില്ല, അത് തെറ്റാണ്. നമ്മൾ അത് പല മൗലവിമാരിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരുപാട് പള്ളികളിൽ ഒരുപാട് മയ്യത്തുകൾ ഓരോ പള്ളിക്കാടുകളിലുണ്ട്. എന്താണ് ജനങ്ങൾ അവിടെ പോയിട്ട് 10,000-കണക്കിന് ആളുകൾ പോയിട്ട് അവിടെ ചെന്നിട്ട് അവർക്ക് ഒരു ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. ഒരു കാര്യം കിട്ടാതെ അവരവിടെ പോകില്ലല്ലോ. ഈ കാര്യം പറ്റുമെന്ന് അറിയണം. എൻ്റെ പേര് മൂസക്കുട്ടി, ഞാൻ ഈ നാട്ടുകാരനാണ്, കാഞ്ഞൂർ. ബഹുമാന്യനായ മൂസക്കുട്ടി സാഹിബ്, അദ്ദേഹത്തിൻ്റെ ചോദ്യം, നമ്മുടെ നാടുകളിൽ ഒരുപാട് പള്ളികളിൽ പല ആളുകളുടെയും ഖബറുകൾ പ്രത്യേകമായി സന്ദർശിക്കപ്പെടുന്ന രൂപത്തിലുണ്ട്. അവിടെ പോയി ഭക്തി ആദരവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിനൊക്കെയുള്ളൊരു കാരണം? യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് എന്നല്ല മനുഷ്യ ചരിത്രത്തിൽ തന്നെ ബഹുദൈവാരാധന ഷിർക്കിൻ്റെ ആരംഭം മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ലോകത്ത് ആദ്യമായി ഷിർക്കുണ്ടായത് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തൊട്ട് മുമ്പുള്ള ജനതയിലാണ്. അന്ന് ഷിർക്ക് വന്നത് ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച് മരിച്ചു പോയ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ 5 മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇവരൊക്കെ അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ നാമങ്ങളാണ്. അവർ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനതയിൽപ്പെട്ടവരായിരുന്നു. അവർ മരിച്ചപ്പോൾ പിശാചവർക്ക് ഉത്ബോധനം നൽകി, നിങ്ങളുടെ മജ്ലിസുകളിൽ സദസ്സുകളിൽ അവരുടെ രൂപം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അത് ഇബാദത്തിന് കൂടുതൽ ഒരു ഭക്തി കിട്ടാൻ നല്ലതാണ്. അങ്ങനെ അവർ രൂപമുണ്ടാക്കി വെച്ചു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഫലം തുഅബദ്, അന്നവർ ആരാധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നീട് തലമുറകൾ മാറി വന്നു. വനുസിഖത്തിൽ ഇൽമു ഔ വതനസ്സഖൽ ഇൽമു, ആളുകൾ തലമുറ മാറി വന്നപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവ് ഇല്ലാത്ത സാഹചര്യമുണ്ടായി. അത്തരം ഘട്ടം വന്നപ്പോഴാണ് ഉബിദത്ത്, ഇവർ ആരാധിക്കപ്പെട്ടത്. ഇതാണ് എല്ലാ കാലത്തും സംഭവിക്കാറുള്ളത്. ഒട്ടുമിക്ക സമൂഹങ്ങളുടെയും ഷിർക്ക് നാം പരിശോധിക്കുമ്പോൾ മഹാന്മാരുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ തന്നെയാണ് അവരെ ഷിർക്കിൽ കൊണ്ടുപോയി എത്തിച്ചത്. ഇനി ക്രിസ്ത്യാനികളോ ഹൈന്ദവ സഹോദരങ്ങളോ ആരാവട്ടെ, അവർ ബഹുദൈവ ആരാധന ചെയ്യുന്നുവെങ്കിൽ അതും അവർ മഹാന്മാരായി കാണുന്ന ആളുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അതിര് കവിയലുകളാണ് അതിലേക്ക് അവരെ എത്തിച്ചത്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ആ രംഗത്തുള്ള എല്ലാ പഴുതുമടച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്
ഖബറുകൾ കെട്ടിയുയർത്താൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. ഉയർത്തപ്പെട്ട ഖബറുണ്ടെങ്കിൽ നിരപ്പാക്കി വിടണമെന്നും പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫത്ഹായി മക്കയിലേക്ക് വന്ന് ആ കഅബയിൽ കയറുന്നതിന് മുമ്പായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച 2 ദൗത്യങ്ങളിൽ ഒന്ന് വലാ ഖബ്റൻ മുഷ്രിഫൻ ഇല്ലാ സബ്ബൈത, ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറും നിരപ്പാക്കാതെ വിടാൻ പാടില്ല എന്ന അധ്യാപനമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നീട് ഖലീഫയായി ചുമതലയേറ്റപ്പോൾ അബുൽ ഹയ്യാജുൽ അസദി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് അലാ അബ്അസുക അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച ദൗത്യത്തിന് ഞാൻ താങ്കളെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അബുൽ ഹയ്യാജുൽ അസദിയെ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞയച്ച ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേ ദൗത്യമാണ് അവിടെ ഏൽപ്പിച്ചത്. ആ ദൗത്യം നിർവഹിക്കപ്പെടുമായിരുന്നുവെങ്കിൽ ഈ ഒരു വല്ലാത്തൊരു വേദനാജനകമായ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായ വിഷയാവതരത്തിൽ മക്കയിൽ ഉയർത്തപ്പെട്ട ഖബറുകളെ നിരപ്പാക്കാൻ കൽപ്പിക്കുന്നതായി രാജാക്കന്മാരെ ഞാൻ കണ്ടു. വലം അറൽ ഫുഖഹാ യഈബുന ദാലിക്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാരും അതിനെ ആക്ഷേപിക്കുന്നതായി ഞാൻ കണ്ടില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. ശേഷമുള്ള പണ്ഡിതന്മാർ ആ നിലയ്ക്ക് തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ രംഗത്ത് സമൂഹത്തിന് അബദ്ധം സംഭവിച്ചു. അവിടെ ഖബറുകൾ നിരപ്പാക്കാൻ പറഞ്ഞിടത്ത് ഖബർ ഉയർത്താനാണ് പഠിപ്പിച്ചത്. ആ ഉയർത്തലിനെ പുണ്യമായി കൊണ്ടുവന്നു. ശേഷം അത് സിയാറത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന മറവിൽ അത് ചില പ്രത്യേകമായ കേന്ദ്രങ്ങളായി പരിചയപ്പെടുത്തപ്പെടുകയും അവിടെ വന്ന് ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന, ഖബറാളിയോട് സങ്കടം പറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സഹോദരൻ സൂചിപ്പിച്ച പുത്തമ്പള്ളി അടക്കം മമ്പുറം, ഏറുവാടി, പൊന്നാനി, പുതുപൊന്നാനി അടക്കമുള്ള ഏത് ജാറത്തിങ്കിൽ ചെന്നാലും കാണാൻ കഴിയുന്ന എന്താ, ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും അവിടെ ചെല്ലുന്നു. രോഗം ശിഫയാവാൻ, സന്താനമുണ്ടാവാൻ, ജോലി ശരിയാവാൻ, വിസ കിട്ടാൻ, കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ എല്ലാം ഖബറുകൾ ചെന്ന് ഖബറാളിയോട് തേടുന്നു. ഈ തേട്ടം ഇസ്ലാം പഠിപ്പിച്ചതല്ല, അനുവദിച്ചതല്ല. ശേഷം ആ ആളുകളെ പേരിൽ, കറാമത്ത് എന്ന പേരിൽ പല കഥകളും പ്രചരിപ്പിക്കപ്പെട്ടു. ഇല്ലാത്ത കുറെ കെട്ടുകഥകൾ കറാമത്ത് എന്ന പേരും പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിലൂടെ ആ ശൈഖന്മാരാണ് ഇപ്പോഴും ഖബറിൽ കിടന്നുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്നത്, അവരാണ് എവിടെ വിളിച്ചാലും ഓടിയെത്തുന്നത് എന്ന പ്രചാരണം വന്നു. മുഹിദ്ദീൻമാലയും നിഫാഴിമാലയും നഫീസ്മാലയും ബദറുമാലയും മഞ്ഞക്കുളമാലയും കുത്തുബിയ്യത്തും അടക്കമുള്ള പദ്യഗദ്യ സമ്മിശ്രങ്ങളായ സംഗതികളിൽ അതാണ് പഠിപ്പിക്കപ്പെട്ടത്. കുത്തുബിയ്യത്തിൽ കാണാമല്ലോ, വമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫതിഹി അജബ്തുഹു മുസ്രിഅ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. ഒറ്റക്ക് നിന്ന് ശ്രദ്ധ മുഴുവൻ ശൈഖിലേക്കാക്കി 1000 പ്രാവശ്യം യാ ഗൗസ് യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ വളരെ പെട്ടെന്ന് ഞാൻ അവന് ഉത്തരം ചെയ്യും എന്ന് മൊയ്തീൻ ഷെയ്ഖ് പഠിപ്പിച്ചുവെന്ന് തമിഴ്നാട്ടുകാരൻ സ്വദഖത്തുല്ലാഹിൽ കാഹിലി എന്ന മുസ്ലിയാർ എഴുതി വെച്ചു. അത് സമൂഹം ഏറ്റെടുത്തു. മുഹിദ്ദീൻ മാലയിൽ വല്ലനീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ബൈബൂടാതെ തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് സ്ഥലത്ത് തന്നെ വിളിച്ചാലും ശരി അവന്റെ വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യും എന്നെഴുതി വെച്ചു. എവിടുന്ന് വിളിച്ചാലും ഭാഷ പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, ആവശ്യം പ്രശ്നമല്ല, എവിടുന്ന് വിളിച്ചാലും ശരി വിളിച്ചവന്റെ വായ പൂടും മുമ്പ് ഉത്തരം ചെയ്യുമെന്ന് പഠിപ്പിക്കപ്പെട്ടു. മലയാളത്തിലാണെങ്കിൽ CM സ്മരണിക എന്ന പുസ്തകത്തില് അവരത്ത് കുഞ്ഞിശ്ശേരിക്കോയ തങ്ങൾ എന്ന് പറയുന്ന AP സുന്നികളുടെ നേതാവ് അയാൾ ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിൽ ഔലിയാക്കന്മാരെ പറ്റി പരിചയപ്പെടുത്തിയത് അവർ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്നാണ്. അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും എന്ന് നേർക്ക് നേരം മലയാളത്തിൽ എഴുതി വെക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്ര കൊടിയ ശിർക്കിലേക്ക് എത്തിച്ചത് ഒന്നാമതായി മഹാന്മാരുമായി ബന്ധപ്പെട്ട അതിരു കവിയലാണ്. ഇസ്ലാം പഠിപ്പിച്ച ലിമിറ്റുണ്ട്, അതിരുണ്ട്, അവിടെ നിന്നില്ല, അതിര് കവിഞ്ഞു. ഉലുവ് അൽ ഉലുവ് ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞു.
അത് മുഖേന അവർ വഫാത്തിന് ശേഷവും നമ്മളെ കാണുമെന്നും നമ്മുടെ സംസാരം കേൾക്കുമെന്നും നമ്മുടെ വിളി കേൾക്കുമെന്നും നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമെന്നും അവർ ഓടിയെത്തുമെന്നും ഭാഷ പ്രശ്നമല്ലാതെ ദേശം പ്രശ്നമല്ലാതെ ലോകത്തെവിടെ നിന്ന് വിളിച്ചാലും ശരി വായ പൂടുമ്പം ഉത്തരം ചെയ്യുമെന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടപ്പോഴാണ് നമ്മുടെ നാടുകളിൽ ഇത്തരം കേന്ദ്രങ്ങൾ സജീവമായത്. അതോടൊപ്പം അത് വരുമാന മാർഗമായി മാറുകയും ചെയ്തു. പല പള്ളികളും ഇന്ന് മുന്നോട്ട് പോകുന്നത് ജാറത്ര വരുമാനം കൊണ്ടാണ്. നേർച്ചപ്പെട്ടികൾ സ്ഥാപിക്കപ്പെട്ടു, അങ്ങോട്ട് നേർച്ച ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതേപോലെ പല ആവശ്യങ്ങൾക്കും അവിടെ വരുന്ന ആളുകളും സംഭാവന കൊടുക്കുന്ന രീതി കൊണ്ടുവന്നു. അതിലൂടെ കണക്കല്ലാത്ത വരുമാനങ്ങൾ ജാറങ്ങളിൽ നിന്നുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് പ്രേരിപ്പിക്കാൻ ആളുണ്ടായി. അല്ലാതെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്കതിന് ഒരു പിൻബലവും കാണുക സാധ്യമല്ല. പ്രവാചകന്റെ ഖബറോ സ്വഹാബത്തിന്റെ ഖബറോ താബികളുടെ ഖബറോ അടക്കമുള്ള അഹ്ലുസുന്നയുടെ ആദ്യകാല പണ്ഡിതന്മാരുടെ ഖബറുകളിൽ അവരുടെ നിർദ്ദേശപ്രകാരം ആ നിലക്കുള്ള ഒരു രീതിയും പഠിപ്പിക്കപ്പെട്ടതായി കാണാൻ സാധിക്കുന്നില്ല. പിൽക്കാലത്ത് അവരുടെയും പേരിൽ പിന്നെ കൊമ്പുണ്ടാക്കി, പിന്നെ കെട്ടിയുയർത്തി, പിന്നെ അത് കേന്ദ്രമാക്കി മാറ്റി എന്നതല്ലാതെ അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ഗ്രന്ഥങ്ങളുടെ അധ്യാപന പ്രകാരം അത്തരമൊരു രീതി സ്വീകരിച്ചതായി കാണുന്നില്ല. പിൽക്കാലക്കാരായ പണ്ഡിതന്മാരിൽ ചില മുഖല്ലിദുകളായ മദ്ഹബി പക്ഷപാതികളായ ചില ആളുകളാണ് ന്യായമുണ്ടാക്കി കൊണ്ടുവന്ന് മഹാന്മാരാണ് എന്നും അതുകൊണ്ട് പ്രത്യേകം സ്മരിക്കേണ്ടതാണ് എന്നും ബർക്കത്തിന് കേന്ദ്രമാണ് എന്നൊക്കെ ന്യായം പറഞ്ഞിട്ട് അതിനെ പഴുതുണ്ടാക്കി അതിലൂടെ ഈ വഴി തുറന്നു കൊടുത്തത് എന്നതാണ് ചുരുക്കി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം, സിയാറത്ത് ചെയ്യുന്നത് അവിടെ ചെന്ന് ജനങ്ങൾ ചെന്നിട്ട് ആ ഖബറിൽ കിടക്കുന്ന ആളുകളോട് എന്നെ സഹായിക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രോഗം മാറ്റിത്തരണേ, ഇതൊക്കെ അക്സാകായത്തിൽ ഹുദൂവത്തെ ദല്ലൂലി വളരെ താഴ്മയോടും വിനയത്തോടു കൂടിയാണ് ആ വ്യക്തി അവിടെ ചെന്ന് പറയുന്നത്. എൻ്റെ തർക്കതല്ല, അത് തെറ്റാണ് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. മറിച്ച് ഈ ജനങ്ങൾ അവിടെ ചെല്ലുന്നത് ഓരോ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടിയാണ്. ഇപ്പം എൻ്റെ അറിവിൽപ്പെട്ട ഒരു ദർഗയാണ് പെരുമ്പടപ്പ് കുഞ്ഞോബ് മുസ്ലിയാർ അന്ത്യവിശ്രമം സ്ഥലം, ഏകദേശം 100 ചില്ലാൻ കൊല്ലത്തെ പഴക്കമുണ്ട്. ഇവിടെ ഈ ജനങ്ങൾ ചെന്നിട്ട് ഈ ജനങ്ങൾ അവിടെ ചെന്നിട്ട് ആ കിടക്കുന്ന മഹാനവറുകളോട് സങ്കടം ബോധിപ്പിച്ച് അവർക്ക് ആ ഉദ്ദേശ സാഫല്യം കിട്ടുന്നുണ്ട് എന്നല്ലേ നമുക്ക് വരുത്തി തീർക്കേണ്ടത്. അപ്പം ആ മരിച്ചു കിടക്കുന്ന ആളെ കൊണ്ട് ആ ചോദിക്കുന്ന ആൾക്ക് സഹായം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഒരു പ്രാവശ്യം പോവും, രണ്ടാമത്തെ പ്രാവശ്യം പോവും. അത് ആ ഡോക്ടറെ കൊണ്ട് പിന്നെ ആ രോഗിക്ക് ആ രോഗം മാറുന്നതിന് പിന്നെ ആ ഡോക്ടറെ നമ്മൾ പോയില്ലല്ലോ. ഇത് ആയിരക്കണക്കിന് ജനങ്ങളാണല്ലോ ആ ദർഗയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഈ ജനങ്ങളുടെ ആ ഉദ്ദേശം അവിടുന്ന് ശരിയാവുന്നുണ്ട്. ആ ദർഗയിൽ കിടക്കുന്ന ആ മഹാനവറുകളെ കൊണ്ട് ഇവരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്, സഹായം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പുത്തമ്പള്ളിക്ക് ഈ കണ്ട കാലം വരെ പോകേണ്ട ആവശ്യമില്ല. 100 ചില്ലാൻ കൊല്ലത്തെ പഴക്കമുള്ള ആളാണ് അവിടെ കിടക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരണ്ട് ഈ ജനങ്ങൾ ഇങ്ങനെ കണ്ടമാനം ചെല്ലുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി, അത് ശിർക്കനാണ്, പാടില്ല, അള്ളാഹു അല്ലാത്ത ആൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു. ഈ ദർഗയിൽ കിടക്കുന്ന ആളെ കൊണ്ട് ഈ ചെല്ലുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശം ശരിയായി കിട്ടുന്നുണ്ട്. അതിന്റെ തെളിവല്ല ഈ ജനങ്ങൾ ഇങ്ങനെ ശരവർഷമില്ലാതെ അവിടെ ചെല്ലുന്നത്. എനിക്ക് അതിന്റെ ഇതാണ് മനസ്സിലായത്. അപ്പം അദ്ദേഹത്തിന്റെ സംശയം അതാണ്, അവിടെ ചെല്ലുന്ന ആൾക്ക് ഫലം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും വരുന്നത്. പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം ചർച്ചക്കെടുത്തിട്ടുണ്ട്. 2-3 രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിന് മറുപടി നൽകിയത്. ഒന്ന്, ഉത്തരം കിട്ടുന്നു എന്നത് ഒരിക്കലും ഒരു കാര്യം ശരിയാവാനുള്ള തെളിവല്ല, മാനദണ്ഡമല്ല. 2, ആ ഉത്തരം ആ ഖബറാളി അല്ല ഒരിക്കലും നൽകുന്നത്, ഖബറാളി അത് അറിയുന്നു പോലുമില്ല. സമാനമായി നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ എന്നല്ല, ലോകത്ത് 700 ചില്ലാനും കോടി മനുഷ്യന്മാരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ക്രിസ്ത്യാനികളാണ്. അവർ ഈസാ നബിയോടും മറിയം ബിയോടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പത്രങ്ങൾ, മനോരമ, മാതൃഭൂമി പോലുള്ള പത്രങ്ങളിൽ എല്ലാ ദിവസവും കാണാം ഉപകാരസ്മരണ എന്ന കോളങ്ങൾ. അതെന്താ? വിശുദ്ധനായ ഇന്ന ആളുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഉദ്ദിഷ്ട കാര്യം സിദ്ധിച്ചതിന് ഉപകാരസ്മരണ. അപ്പം അവരുടെ കാര്യം നടപ്പാകുന്നുണ്ട്. അത് ഈസാ നബിയാണോ നടപ്പാക്കുന്നത്? മറിയം ബീവിയാണോ ശരിയാക്കി കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം നാളെ പരലോകത്ത് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിചാരണ ചെയ്യുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈസാ നബിയോട് ചോദിക്കും, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, എന്നെയും എൻ്റെ മാതാവിനെയും റബ്ബിന് പുറമെ ഇലാഹുകളായി സ്വീകരിക്കണമെന്ന് നീയാണോ ഈസാ പറഞ്ഞത്?
അദ്ദേഹം പറയും, ഇല്ല റബ്ബേ സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ പറയില്ലല്ലോ. ഞാൻ അവർക്കിടയിൽ ജീവിച്ചിരുന്ന കാലത്തോളം ഞാനിതിൽ സാക്ഷിയാണ്. അവരോട് ഞാൻ തൗഹീദെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഫലമ്മാ തവഫൈതനി, നീ എന്നെ പരിപൂർണമായി ഏറ്റെടുത്തതിന് ശേഷം കുന്ത അൻത റഖീബ്, പിന്നെ നീയാണ് എല്ലാം നിരീക്ഷിക്കുന്നവൻ. അപ്പൊ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ട് ആകാശലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കോടാനുകോടി ക്രിസ്ത്യാനികൾ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്ന കാര്യം ഈസാ നബി അറിയുന്നു പോലുമില്ല എന്ന് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് പറയുമെന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ പറയുന്നു, ഞങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ട്, ഞങ്ങൾ കാര്യം സാധിക്കുന്നുണ്ട്. ഗുരുവായൂരിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഒരു വർഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ശബരിമലയിലേക്ക് നമ്മൾ കാണുന്നു സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ കൊല്ലവും. ഒരു പ്രയോജനമില്ലാതെയാണോ അവർ പോകുന്നത്? പലരും പറയുന്നു പ്രയോജനമുണ്ട്. പണ്ട് ചേന്നൻ അബൂബക്കർ ഹാജി പോയി, അയാൾക്കും അയാളെ ഭാര്യ ഗർഭിണിയായി മാറി, സന്താനമുണ്ടായി, പത്രങ്ങളിൽ വന്നു അന്ന്. അപ്പം അവിടെ പോയിട്ട് കിട്ടിയല്ലോ. എന്തുകൊണ്ട് കിട്ടി? പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം, ഒന്നുകിൽ അല്ലാഹു തആല ഒരു പരീക്ഷണം എന്നോണം അവിടെ നൽകുന്നു. ഈ നന്ദികെട്ട പണിക്കവൻ പോകുമ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് അല്ലാഹു തആല അവൻ്റെ ആവശ്യം നിർവഹിക്കുന്നു. റബ്ബ് നൽകുന്നു, പക്ഷേ ഇതിനെ ക്രെഡിറ്റ് അവൻ ഖബറാളിക്ക് വകച്ചു കൊടുക്കുന്നു. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഒന്നുകിൽ രണ്ടും സ്വാഭാവികമായി ഒത്തുവന്നതായിരിക്കാം. ലാലി അജ്ലി ദുആഇഹി, ദുആ കാരണമായി കിട്ടിയതാകണമെന്നില്ല. റബ്ബ് അയാൾക്ക് നിശ്ചയിച്ച തീരുമാനപ്രകാരം സമയമായപ്പോൾ അയാൾക്ക് പ്രശ്നം തീർന്നു. ഇയാൾ പോയതും ഈ പ്രശ്നം തീർന്നതും അത് ഒരു സമയത്തായിപ്പോയി എന്നേ ഉള്ളൂ. ഈ പോയതും അതും ബന്ധമുണ്ടാവില്ല. അതുമല്ലെങ്കിൽ ദാഇയുടെ ഇൽത്തിറാറ്, അയാൾ നിർബന്ധിതാവസ്ഥയിൽ ഉള്ള പ്രാർത്ഥനയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയതായിരിക്കാം, അല്ലാതെ ഈ ഖബറാളി കൊടുത്തു എന്നതല്ല. എന്നിട്ട് ജലാലുദ്ദീൻ സുയൂത്തി ഇപ്പോൾ ആളുകൾ പറയുന്നു, വഖദ് കാനൽ കുഫാറു യദ്ഊന ഫയുസ്തജാബു ലഹും മഅ ദുആഇഹിം വ തവസ്സുലിഹിം. അതായത് അവിശ്വാസികളായ ആളുകൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു തആല അവർക്കും ഉത്തരം കൊടുത്തിട്ടുണ്ട്. അവരുടെ വിഗ്രഹങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് വിഗ്രഹങ്ങൾ കൊടുത്തതല്ലല്ലോ. ശേഷം സുയൂത്തി റഹിമഹുല്ലാഹ് ഒരു ആയത്തും കൊടുക്കുന്നു, കുല്ലൻ നുമിദ്ദു ഹഉലായി വഹഉലായി മിൻ അത്വാഇ റബ്ബിക്. എല്ലാവർക്കും അല്ലാഹു തആല തൻ്റെ ഔദാര്യം അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ആ കൂട്ടത്തിൽ അവരും കിട്ടി എന്നേയുള്ളൂ. നമ്മുടെ നാട്ടിൽ പണ്ട് പറയലോ, ചക്കട്ടപ്പം മുയലിട്ടീന്ന്, അതുകൊണ്ട് പിറ്റേന്ന് പോയി ചക്കട്ട കിട്ടിക്കൊള്ളുന്നില്ല. ആയിരക്കണക്കിന് മനുഷ്യന്മാർ വരുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് എന്തെങ്കിലും സംഗതി കിട്ടുന്നു. ഇനി അതിനൊക്കെ അപ്പുറത്ത് അതൊന്നുമല്ലെങ്കിൽ ഒരു പക്ഷെ പിശാച് ചിലപ്പോൾ ചില കോപ്രായങ്ങൾ കാണിക്കും, അവൻ ആ വിശ്വാസം മരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി. അല്ലാതെ ഖബറിൽ കിടക്കുന്ന ഖബറാളി ഇവൻ്റെ വിളി കേൾക്കുകയോ ആ പ്രശ്നം അറിയുകയോ അതിൽ ഇടപെടുകയോ അത് പരിഹരിക്കുകയോ ചെയ്യുന്നില്ല എന്ന കാര്യം തീർച്ചയാണ്, അത് സാധ്യവുമല്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം സ്വഹാബിമാരും റസൂലുള്ളാഹിയുടെ ഖബറിൽ ചെന്നിട്ട് നബിയോട്, നബിയെ ഞാൻ രോഗിയാണ്, എനിക്ക് സന്താനങ്ങളില്ല, ഞാൻ കടക്കാരനാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പ്രശ്നം പറഞ്ഞത് സ്വഹിയായ വഴിയിൽ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അവരാരും അത് ചെയ്തിട്ടില്ല. നബിയുടെ ഖബർ ഉണ്ടായിട്ട് ആ ഖബർ നിലകൊള്ളുന്ന റൂമിൽ തന്നെ താമസിച്ച ആയിഷ റളിയല്ലാഹു അൻഹ 48 കൊല്ലത്തോളം ജീവിച്ചിട്ട് ആയിഷ ബീവിക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ട് ആ നബിയെ വിളിച്ചു പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഭരണരംഗത്ത് 4 ഖലീഫമാർക്ക് പല പ്രയാസങ്ങളിലായിട്ട് അവരാരും ആ വഴി സ്വീകരിച്ചിട്ടില്ല. എങ്കിൽ ഉത്തരം കിട്ടുന്നു എന്നുള്ളത് ഒരു കാര്യം ശരിയാണ് എന്നുള്ള തെളിവല്ല. മാത്രമല്ല, തെറ്റായ വഴിക്ക് പോയാലും ചിലപ്പോൾ ആവശ്യം പൂർത്തീകരിക്കപ്പെടാം. പോക്കറ്റ് അടിച്ച പണവുമായി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും, വ്യഭിചരിച്ചാലും സന്താനമുണ്ടാകും. പക്ഷേ അതുകൊണ്ട് വ്യഭിചാരം ശരിയാന്ന് വരില്ല, അതുകൊണ്ട് പോക്കറ്റടി ന്യായമാണ് എന്ന് വരില്ല. എനിക്ക് ഉത്തരം കിട്ടിയല്ലോ, എനിക്ക് പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ, 10-15 കൊല്ലമായി കുട്ടികളില്ല, വ്യഭിചരിക്കാൻ പോയതൊരു കുട്ടിയുണ്ടായി, എൻ്റെ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിക്കില്ല. വിശന്ന് പൊളിയുന്ന ഒരാൾ കട്ടിട്ടാണെങ്കിലും പോയി ഭക്ഷണം കഴിച്ചു വിശപ്പ് മാറി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതുകൊണ്ട് ആ മോഷണം ന്യായമായി മാറുകയില്ല. എന്നതുപോലെ തന്നെ ഒരു സംഗതിക്ക് ഫലമുണ്ടോ ഇല്ലേ
എന്ന് നോക്കിയിട്ടല്ല അത് ശരിയും തെറ്റും തീരുമാനിക്കപ്പെടുന്നത്. ഇനി ഫലമില്ലെങ്കിൽ ആ കാര്യം ശരിയല്ല എന്ന് വരുമോ? ഇല്ല. റഹ്മാനായ റബ്ബിനോട് ഒരുപാട് മനുഷ്യന്മാർ ഇതുമായിരുന്നു, പല ആവശ്യം ചോദിച്ചു, പല ആവശ്യങ്ങളും നിറവേറി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അതിന് ഫലമില്ല എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബാണ് ഉത്തരം നൽകുന്നവൻ, അല്ലാതെ ഒരാൾക്കും ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ഗുരുവായി പോയി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഭാര്യ ഗർഭിണിയായാൽ ആ ഗർഭത്തെ ശിശുവിനെ നൽകിയത് അള്ളാഹുവാണ്. പുത്തമ്പള്ളിയിൽ പോയി തേടിയവനും ആ പ്രശ്നം പരിഹരിച്ചത് പുത്തമ്പള്ളി ഷെയ്ഖല്ല. ഷെയ്ഖ് അറിഞ്ഞിട്ടില്ല, ഷെയ്ഖ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുമില്ല. നാളെ പരലോകത്തിന് മുമ്പ് ഷെയ്ഖ് നിഷേധിക്കും. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. അന്ത്യനാളിൽ ഈ ശിർക്കിനെ പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ നിഷേധിക്കുമെന്ന് സൂറത്ത് ഫാത്തിറിൽ പഠിപ്പിക്കുന്നു. അതേപോലെ സൂറത്ത് ഹഖാഫിൽ വഇദാ ഹുശിറ അന്നാസ് കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ആരാധ്യരായ ആളുകൾ, ആരാധിച്ച ആളുകളുടെ ശത്രുക്കളായി മാറും. ഈ ഇബാദത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അവരാരും ഇത് അറിയുന്നില്ല, ഇടപെടുന്നില്ല. മമ്പുറത്ത് പോയി പ്രാർത്ഥിച്ച്, പുത്തമ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പ്രശ്നം തീർന്നു പോകാൻ വരുമ്പോൾ മമ്പുറത്ത് തങ്ങൾക്കറിയില്ല, അങ്ങനെ ആളുള്ളതും അറിയില്ല, അയാൾ വന്നതും അറിയില്ല, അയാൾക്ക് പ്രശ്നമുള്ളതും അറിയില്ല, ആ പ്രശ്നം ഇപ്പം മാറി എന്നും അറിയില്ല. അങ്ങനത്തെ ആളെ തന്നെ നമ്മുടെ തങ്ങൾക്ക് പരിചയമില്ല എന്നർത്ഥം. അതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് അൻവർ സാദ്, എടപ്പാളാണ് വീട്. കഴിഞ്ഞ സുന്നികളെ മുഖാമുഖത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, മരിച്ചവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവ്. അതിൽ തെളിവായിട്ട് അലവി സക്കാഫി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹദീസ എന്ന രീതിയിലാണ് പറഞ്ഞത്. ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് വരൾച്ച ബാധിച്ചപ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ സമീപം വന്ന് പറഞ്ഞു, ജനങ്ങളാകെ നശിച്ചു, അവർ മഴയില്ലാതെ വിഷമിക്കുന്നു, അവർക്ക് വേണ്ടി അങ്ങ് മഴയെ തേടിയാലും. പിന്നീട് അയാൾക്ക് ആ ഒരു ഹദീസ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അത് ഹദീസാണോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വിശദീകരണം? അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ചു തേടാൻ തെളിവായിക്കൊണ്ട് സാധാരണയായി മുസ്ലിയാക്കന്മാർ പറയാറുള്ള മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 3-4 തെളിവുകളിൽപ്പെട്ട ഒന്നാണ് ഇത്. നബി തങ്ങളുടെ ഖബറിൽ വന്ന് ഒരാൾ, നബിയെ നിങ്ങളെ ഉമ്മത്ത് നശിക്കാൻ പോകുന്നു, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടണം എന്ന് പറഞ്ഞു എന്ന റിപ്പോർട്ട്. ഹദീസ് എന്ന് പറയാൻ പറ്റൂല, അത് നബിയുടെയോ സ്വഹാബിമാരുടെയോ വാക്കുകളല്ല. ഒരാൾ അങ്ങനെ വന്ന് ചെയ്തു എന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബീ ഷൈബ തൻ്റെ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് രണ്ടിലുമാണ് അത് അടിസ്ഥാനപരമായി ഉദ്ധരിക്കപ്പെട്ടത്. പിന്നെ അതിൽ നിന്ന് അവലംബിച്ചുകൊണ്ട് പിൽക്കാലത്ത് ചില ചരിത്ര ഗ്രന്ഥങ്ങളിലും അതേപോലെ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും അത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അൽ ബിദായത്ത് വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ അതുണ്ട്. ഫത്ഹുൽ ബാരിയിൽ ആ ഭാഗത്തിൻ്റെ ഒരു ഭാഗം അതിൽ പരാമർശിച്ച് പോയിട്ടുണ്ട്. ഇങ്ങനെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ അത് സ്ഥാനം പിടിച്ചിട്ടുമുണ്ട്. അടിസ്ഥാനപരമായി അത് ഉദ്ധരിച്ചത് ഇമാം ബൈഹഖിയും അതേപോലെ ഇബ്നു അബീ ഷൈബ തൻ്റെ മുസന്നഫിലുമാണ്. അപ്പോൾ ഇതിലുള്ളത്, ഒരാൾ നബിയുടെ ഖബറിങ്കൽ വന്ന് ജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബിയുടെ ഖബറിങ്കൽ വന്നു എന്നിട്ട് പറഞ്ഞു, ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു, താങ്കൾ താങ്കളുടെ ഉമ്മത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി തേടണം, അവരിതാ നശിക്കുകയാണ് എന്നയാൾ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് നബിയുടെ സ്വപ്നദർശനമുണ്ടായി. നബി ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈത്തി ഉമറ, നീ ഉമറിൻ്റെ അടുക്കൽ ചെല്ലുക, ഉമറിനോട് എൻ്റെ സലാം പറയുക, ബുദ്ധിപരമായി ഭരണം കൈകാര്യം ചെയ്യണം എന്നറിയിക്കുക, മഴ ലഭിക്കുമെന്നും പറയുക. ഇതാണ് റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് സ്വഹിയോ അല്ലേ എന്നുള്ള മറ്റൊരു വിഷയം. അതിനപ്പുറത്ത് ഒരാൾ വന്നു അങ്ങനെ ചെയ്തു എന്നാണ് അതിലുള്ളത്. അയാൾ ആരാണ് എന്നോ, ഒരു സ്വഹാബിയാണ് എന്നോ, താബിഴിയാണ് എന്നോ, അതൊരു മാതൃകയാണ് എന്നോ, അത് നമുക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റിയതാണ് എന്നൊന്നും അതിൽ ഇല്ല. ഒരാൾ വന്ന് നബിയുടെ ഖബറിൽ വെച്ച് ഇങ്ങനെ ചെയ്തു. ഹിജ്റ 18-ാം വർഷം ഉമർ ഖത്താബിൻ്റെ ഭരണകാലത്താണ് അത് ഉണ്ടായി എന്ന് പറയപ്പെടുന്നത്. ഹിജ്റ 17-ാം വർഷത്തിൻ്റെ അവസാനത്തിൽ ഉമർ ഖത്താബിൻ്റെ ഭരണകാലഘട്ടത്തിൽ മദീനയിലും പരിസര പ്രദേശത്തും ശക്തമായ ക്ഷാമമുണ്ടായി. ആ ക്ഷാമം 6 മാസം നീണ്ടു നിന്നു. ധാരാളം ആളുകൾ മരിച്ചു, കന്നുകാലികൾ ചത്തൊടുങ്ങി, കൃഷികൾ മൊത്തം നശിച്ചു. ആമുർ റമാദ, വെണ്ണീർ വർഷം എന്ന പേരിൽ അതറിയപ്പെടുന്നു. ഹിജ്റ 17-ൻ്റെ അവസാനത്തിൽ ആരംഭിച്ച് 18-ൻ്റെ ആരംഭത്തിലാണ് അത് അവസാനിക്കുന്നത്. 6 മാസക്കാലം ആ ക്ഷാമം നീണ്ടു നിന്നിട്ടുണ്ട്. അന്ന് പല സംഭവങ്ങളും സംഭവിച്ചതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരാൾ നബിൻ്റെ ഖബറിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നുണ്ട് എന്നല്ലാതെ അതൊരിക്കലും ഒരു വിശ്വാസകാര്യത്തിന് പ്രമാണമായി സ്വീകരിക്കാവതല്ല. പ്രത്യേകിച്ചമായിട്ട് സമസ്തക്കാർക്ക് പറ്റൂല. കാരണം സമസ്തക്കാരെ സംബന്ധിച്ച് ഒരു അഖീദ സ്ഥിരപ്പെടാൻ മുതവാത്തിറായ ഹദീസ് വേണം. ഖബർ ആഹാദ് പോലും പറ്റൂല.
മുതവാത്തിറായ ഹദീസ് നബി തങ്ങളിൽ നിന്ന് പരമ്പര ശൃംഖലകളായി ഒരു സംഘം സ്വഹാബിമാർ, സ്വഹാബത്തിൽ നിന്ന് ഒരു സംഘം താബിഴുകൾ, അങ്ങനെ സംഘമായി കൈമാറി പോന്ന ഹദീസുകൾ, അതിനാണ് മുതവാത്തിർ എന്ന് പറയുക. അത്തരം പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ട റിപ്പോർട്ട് നബിയിൽ നിന്ന് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു വിശ്വാസകാര്യം സ്ഥിരപ്പെടുകയുള്ളൂ എന്നാണ് അശ്അരി ത്വരീഖത്ത്. അതുകൊണ്ട് അശ്അരി മാതുരീദി രണ്ടാളൊന്നും സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അപ്പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതൊരിക്കലും അവർക്ക് വിശ്വാസ കാര്യങ്ങൾക്ക് തെളിവായി സ്വീകരിക്കാവതല്ല. ഒന്ന് മുതവാത്തിറല്ല, രണ്ട് ഖബറാഹദല്ല, ഇത് ഹദീസേ അല്ല, നബി പറഞ്ഞതല്ല, സ്വഹാബി പറഞ്ഞതല്ല. ഒരു ചരിത്ര സംഭവത്തിൽ ഒരാൾ നബിൻ്റെ ഖബറിൽ വന്ന് ഇങ്ങനെ ചെയ്തു എന്ന് വന്നു എന്നല്ലാതെ നമുക്കത് തെളിവായിട്ടോ മാതൃകയായിട്ടോ ചെയ്യാൻ നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അല്ലാഹു അഅലം. എൻ്റെ പേര് നിസാർ, ഞാനിവിടെ അടുത്ത അറവക്കാടാണ്. നേരത്തെ അവിടെ ഇരുന്ന് ചോദിച്ച ആ സഹോദരൻ്റെ ചോദ്യത്തിനോട് തുടർച്ചയായിട്ട് തന്നെയാണ് എൻ്റെ ചോദ്യമുള്ളത്. മഹാന്മാരായ അമ്പിയാക്കളുടേതോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതോ അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഔലിയാക്കളോടേതോ അതുപോലെ ഈ അടുത്ത് പുത്തമ്പള്ളി മമ്പുറത്ത് ഇങ്ങനെയുള്ള ദർഗകളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ മക്ബറകൾക്ക്, അവരുടെ ആ മറവ് ചെയ്യപ്പെട്ട ആ സ്ഥലങ്ങൾക്ക് യാതൊരു പുണ്യവുമില്ല, യാതൊരു മഹത്വവുമില്ല എന്നാണോ ഫൈസൽ മൗലവി നിങ്ങൾ പറയുന്നത്? എങ്കിൽ പറയട്ടെ, ചോദ്യമായിട്ടില്ല. നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആമുഖം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇബ്നു തൈമിയ്യയെ കുറിച്ച് ഷാഫി ഇമാമിനേക്കാളും അതുപോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെക്കാളും ഒക്കെ വലിയ മഹത്വം കൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ വാളുകൊണ്ട് പടപൊരുതിയവരാണ്, പേനയുണ്ടി പടപൊരുതിയവരാണ് എന്നൊക്കെ വലിയ പ്രാമുഖ്യം നൽകി പറഞ്ഞ ഇബ്നു തൈമിയ്യ മഹാനവറുകൾ എന്ന് നിങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ എല്ലാ സഹോദരന്മാരും, ഓഡിയൻസ് മുഴുവൻ ശ്രദ്ധിക്കണം ഈ ഒരു പരാമർശം. ഇബ്നു തൈമിയ്യയെ മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്നത് വലിയ പണ്ഡിതനായിട്ടാണ്, നേതൃത്വമായിട്ടാണ്. അദ്ദേഹം തന്റെ കിതാബിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ 374-ാമത്തെ പേജിൽ വളരെ അടിവര ഇട്ടുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ആ പരാമർശങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് തീർക്കാം. ആ സഹോദരൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ആ കിതാബിൽ ഇബ്നു തൈമിയ്യ നേതാവ് പരിചയപ്പെടുത്തുന്നു. വകദാലിക മാ യുദ്കറു മിനൽ കറാമാതി വ ഖവാരിഖിൽ ആദാത്തില്ലത്തി തൂജദു. എന്റെ വാക്കല്ല, ഇബ്നു തൈമിയ്യ പറയുന്നതാണ്. അല്ലത്തി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയായി വസ്വാലിഹീൻ, അഥവാ മഹാരഥന്മാരായ ഔലിയാക്കളുടെ മക്ബറകൾക്കരികിൽ അനുഭവപ്പെടുന്ന വളരെ അമാനുഷികമായ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ സാധാരണയ്ക്ക് വിപരീതമായ വലിയ ബഹുമതികൾ, കറാമത്തുകൾ, അവരുടെ ഖബറുകൾക്ക് അരികിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന വലിയ സംഭവങ്ങൾ. അതെന്താ? മിസ്ല നുസൂൽ, വലിയ പ്രകാശദ്വാരകൾ അവിടെ വർഷിച്ച് ഇറങ്ങും. അതുപോലെ മലായികത്തി ഇൻദഹ, ആ മക്ബറകൾക്കരികിൽ മലായികത്തുകൾ അവതരിച്ചു വരും. ഇത് ഇബ്നു തൈമിയ്യയാണ് പറയുന്നത്. വതവഖി ശയാത്തീൻ, അതുപോലെ തന്നെ പിശാച് ബാധയുള്ളവർ അവിടെ ചെന്നാൽ പിശാചിനെ വിരട്ടി ഓടിക്കും. അതുപോലെ തന്നെ വൽ ബഹാഇമിലഹ വൻദിഫാഇൻ നാരി അൻഹാ വ അമ്മൻ ജാവറഹ, ആ പരിസരത്തുള്ള ആളുകൾക്ക് തീപിടുത്തം ബാധിക്കുകയില്ല. ഇതൊക്കെ ഇബ്നു തൈമിയ്യ തുറന്ന് എഴുതിയിട്ട് പറയാണ്. വശഫാഅത്തി ബാലിഹിം ഫീ ജീറാനിഹി മിനൽ മൗത, അവരെ അടക്കം ചെയ്ത പരിസരത്ത് ആരെയൊക്കെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള അധികാരം, രക്ഷപ്പെടുത്താനുള്ള ആ കഴിവും ബഹുമതിയും ആ മക്ബറയിലുള്ള പുത്തമ്പള്ളി മൂപ്പർക്കുണ്ട്. ആ സഹോദരൻ മനസ്സിലാക്കണം, അങ്ങനെയുള്ള മഹാരഥന്മാർക്കുണ്ട്. ഇബ്നു തൈമിയ്യ പറയുന്നതാണ്. വസ്തിർബാബിൽ ഇൻദിഫാനി ഇൻദ ബാലിഹിം വഉസൂലിൽ ഉൻസി വൽ സകീനത്തി ഇൻദഹ, അവിടെ ചെന്നാൽ മനക്ലേശമുള്ള ആളുകൾക്ക്, ടെൻഷനുള്ള ആളുകൾക്ക് സമാധാനം ആ മക്ബറയിൽ നിന്ന് ലഭിക്കും. ഇബ്നു തൈമിയ്യയുടെ വാക്കുകളാണ്. അതുപോലെ തന്നെ വനുസൂലിൽ അദാബി ബിമൻ ഇസ്തഹാന ബിഹ, ആ മക്ബറകളെ നിസ്താരവൽക്കരിക്കുന്ന ആളുകൾക്ക് അദാബ് ഇറങ്ങും. പണ്ട് ഒരു മക്ബറ, ഒരു ചുരത്തിന്റെ സമീപത്തുള്ള മക്ബറ പൊളിക്കാൻ പോയപ്പോ അവിടെ അദാബ് ഇറങ്ങിയത് പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചവരാണ്. അത് ഇബ്നു തൈമിയ്യ പറഞ്ഞ പരാമർശം
ഫജിൻസു ഹാദാ ഹഖ്ഉൻ, ഇത് വളരെ വാസ്തവമാണ്, സത്യസന്ധമാണ്. ലൈസ മിമ്മാ നഹ്നു ഫീഹി വമാ ഫീ ഖുബൂരിൽ അംബിയായി വസ്വാലിഹീന, മഖ്ബറകളിലുള്ള മിൻ കറാമത്തില്ലാഹി വറഹ്മത്തിഹി, അല്ലാഹു നൽകിയ ആദരവും അല്ലാഹു നൽകിയതായ ബഹുമാനവും വമാ ലഹാ ഇൻദല്ലാഹി മിനൽ ഹുർമ, ആ മഖ്ബറകളിൽ അല്ലാഹു നൽകിയ ബഹുമതിയും ആദരവും ഒക്കെ ഫൗക മാ യതവഹ്ഹമുഹു അക്സറുൽ ഖൽഖി, നമ്മുടെയൊക്കെ ഈ ശൂന്യമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്ന് ഇബ്നു തൈമിയ്യയാണ് പറഞ്ഞത്. മഖ്ബറകൾക്ക് യാതൊരു പുണ്യവുമില്ലത്രേ. മഖ്ബറകളിൽ ചെന്ന് ദുആ ചെയ്താൽ, അവരെ ഇടയാളന്മാരാക്കി ദുആ ചെയ്താൽ, ഇസ്തിഗാസ ചെയ്താൽ അതിനൊരു പുണ്യവുമില്ല. അവിടെയൊക്കെ എത്ര ബഹുമാനമുണ്ട്, എല്ലാവരും പോകണം. അതാ ഇബ്നു തൈമിയ്യ പറയുന്നത്. എല്ലാവരും അവിടെ ചെന്ന് ബറക്കത്ത്. അതൊന്ന് വായിക്കും, എല്ലാവരും പോണം വായിച്ച് അത് നിങ്ങളെ വക. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. ഇബ്നു തൈമിയ്യ പറഞ്ഞത് 100% ഹക്കാണ്. വനഹ്നു നത്തഫിഖു അലൈഹി. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇബ്നു തൈമിയ്യ ഇപ്പം നിങ്ങൾ നേതാവായി, നമ്മൾ നേതാവായി. ഇബ്നു തൈമിയ്യക്ക് ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇബ്നു തൈമിയ്യ ഇപ്പം നിങ്ങൾക്ക് നേതാവാക്കാലോ, അല്ലേ? നിങ്ങളുടെയും നേതാവായി സ്വീകരിക്കാം. ഇബ്നു തൈമിയ്യ ആ പറഞ്ഞത് മുഴുവനും സത്യമാണ്. നിങ്ങൾ വെച്ച അർത്ഥമാണ് കുഴപ്പം. നിങ്ങൾ വെച്ച അർത്ഥമാണ് കുഴപ്പം. ഇതാണ് സ്ഥിരം തട്ടിപ്പ്. ഞാൻ വിചാരിച്ച അലവി സക്കാഫി ആ പണി എടുക്കുള്ളൂ എന്നാ. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരും ഇത് ചെയ്യുന്നുണ്ട്, നമ്മളറിയില്ലല്ലോ. അവിടെ നിങ്ങൾ അവസാനം പറഞ്ഞ വാക്കെന്താ? അവിടെ എല്ലാവരും പോയിക്കോളീൻ, അതിലുണ്ടോത്? ഇല്ല. അവിടെ പോയി തേടിയ ഉത്തരം കിട്ടും, അതിലുണ്ടോത്? ഇല്ല, ഇല്ല. അതുകൊണ്ടല്ലേ കിതാബ് പൊതിഞ്ഞു കൊടുക്കുന്നത്. കയ്യിലുള്ള കിതാബ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അല്ലല്ലോ, എനിക്കറിയാം. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബ് അല്ല നിങ്ങളെ കയ്യിലുള്ളത്, അതിന്റെ കോട്ടിംഗ് ആണ്, അല്ലേ? നിങ്ങളെ കിതാബ് ആ കിതാബല്ല. അല്ലല്ലോ. തന്നെ പറയും. കണ്ടത് ഇതൊക്കെ മുസ്ലിയാരെ കുറെ നമുക്ക് അറിയാം. നിങ്ങളുടെ കയ്യിലെ കിതാബ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അല്ല. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ അത് ഉണ്ടോ ഇല്ലേ? നിങ്ങൾ വെച്ച അർത്ഥമില്ല. ഇതാണ് ഇഖ്തിലാ, ഇതാ ഒറിജിനൽ ഇഖ്തിലാ. പരാമർശം ഉണ്ടോ ഇല്ലേ? പരാമർശം ഉണ്ടോ ഇല്ലേ? ഇല്ല. നിങ്ങൾ പറഞ്ഞ അർത്ഥം ഇല്ലേ? ഇല്ല. ഞാൻ ഈ അറബി വായിച്ച് അർത്ഥം വെച്ചത് അതിലുണ്ടോ ഇല്ലേ? അർത്ഥമില്ല. നിങ്ങൾ പറഞ്ഞ അർത്ഥമില്ല. അവിടെയാണ് പ്രശ്നം. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ്യ ഞാൻ പറഞ്ഞ, ഞാൻ വായിക്കാം, ഉള്ളത് ഞാൻ വായിക്കാം. വേണ്ട, ഒരു കുഴപ്പം. ഇനി ഞാൻ വായിച്ചോളാം. ഇനി ഞാൻ വായിക്കാം. നിങ്ങൾ വായിച്ചല്ലോ. തൈമിയ്യ പറഞ്ഞത് ഞാൻ വായിക്കാം, ഞാൻ വായിച്ചോളാം. അതിനുശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി ഉണ്ടോ ഇല്ലയോ എന്ന്. ആയിക്കോട്ടെ. നിങ്ങൾ വായിച്ചതുണ്ട്, നിങ്ങൾ വെച്ച അർത്ഥമില്ല. ഇനി ശ്രദ്ധിച്ചോളി, ഇനി ശ്രദ്ധിച്ചോളി. ഇരിക്കെ മുസ്ലിയാരെ, ഇനി കേക്ക്. നിങ്ങളെ ഇഖ്തിലാഇല്ലല്ലോ, എന്റെ ഇഖ്തിലാഉണ്ട്. നിങ്ങളെ കയ്യിൽ ഇഖ്തിലാഇല്ല. നിങ്ങളെ മൗലവിമാരെ ബുക്ക് അതല്ലേ മുസ്ലിയാരെ പൊതിഞ്ഞു കൊടുക്കുന്നത്. അവിടെ ഇരിക്കേ. അതെ, മുമ്പിലാള് ഇരിക്കാൻ പറയും. അദ്ദേഹം കേൾക്കട്ടെ. ഇരിക്കേ. നമുക്ക് അൽഹംദുലില്ലാ അതൊക്കെ വേണ്ടത്. അൽഹംദുലില്ലാ നിങ്ങൾ പോരുമ്പോൾ വരെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്ന അൽഹംദുലില്ലാ കിട്ടി. ഇനി ഇരിക്കേ. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇൻഷാ അല്ലാഹ് വിഷയം പഠിക്കാൻ നല്ല അവസരം. അപ്പൊ ഏതായിരുന്നാലും ആ കാരണം ഇരിക്കേ. നിങ്ങൾ ഇരുന്നോളി. നമ്മൾ പറയാൻ വന്നതന്നെയാണ്, പറയാൻ തന്നെ വന്നുകൊണ്ട് പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ഉസ്താദ് കൊണ്ടുവന്നത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അല്ല. ശരി, അൽഹംദുലില്ലാ. അപ്പൊ മുസ്ലിയാക്കന്മാര് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ചില ഭാഗം അടർത്തിയെടുത്ത് അത് കോട്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, അതാണ് ഇവർ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ താങ്കളുടെ കയ്യിലുള്ള പുസ്തകം AP സമസ്തയിലെ മുസ്ലിയാക്കന്മാർ എഴുതിയ പുസ്തകങ്ങളാണ്. അതേസമയം ഇതാണ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. പറഞ്ഞത് എങ്ങനെ ഇളകല്ലേ? ആ ശൈത്താനൊക്കെ ഇളകിയ പോകുന്ന അദ്ദേഹം പറഞ്ഞത്. എല്ലാ ശൈത്താനും പോകുന്ന ഈ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആള് ഇബ്നു തൈമിയെ കുറിച്ച് ഏറ്റവും വലിയ ആരോപണമായി, വിമർശനമായി നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ പറയലെന്താ? അദ്ദേഹം ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞു. ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞു. ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുൽ പാടില്ല എന്ന് പറഞ്ഞു. അതാണല്ലോ ഏറ്റവും വലിയ ആക്ഷേപമായി പറയാറ് തന്നെ. പിന്നെ എങ്ങനെ അദ്ദേഹം കിതാബ് ഈ പരാമർശം വന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താ? അവിടെ കറാമത്തുണ്ട്, അമ്പിയാക്കൽക്കാണോ മുഴുജിയത്തുണ്ട്, അവിടെ മലക്കുകളുടെ അവതരണമുണ്ട്. അതൊന്നും എന്തല്ല, ഇതൊന്നും ഇതൊന്നും ഞങ്ങളാരും എതിർക്കുന്നില്ല. പിന്നെ ബാക്കി എന്താ? അതിലുണ്ടാവില്ല. ഇതൊന്നും ഞങ്ങളാരും എതിർക്കുന്നില്ല. പിന്നെ എതിർക്കണത് എന്താ? അതാ ശേഷം പറയാൻ പോണത്. അമ്പിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, എതിർക്കുന്നില്ല. അമ്പിയാക്കന്മാർക്ക് മുഴുജിയത്തുണ്ട്, എതിർക്കുന്നില്ല. ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, എതിർക്കുന്നില്ല.
അവരെ ഖബറിന് മഹത്വമുണ്ട്, എതിർക്കുന്നില്ല, അതൊന്നും സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം തുടങ്ങിയപ്പോൾ ആദരവ് ഉടക്കിട്ടോ എന്താ? മഹാന്മാരായ അമ്പിയായിന്റെയും ഔലിയായിന്റെയും ഖബറിന് ഒരു മഹത്വവും ഇല്ല എന്നാണോ ഫൈസൽ മൗലവി പറയുന്നത്? എങ്കിൽ അങ്ങനെ പറയുന്നില്ല. ഫൈസൽ മൗലവി ഒരു മൗലവിയും പറയുന്നില്ല, ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടില്ല, ഇബ്നു ഖയ്യിമും പറഞ്ഞിട്ടില്ല, ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല. ഔലിയാക്കന്മാർക്ക് മാത്രമല്ല, ഒരു സാധാരണ മുഅ്മിന്റെ ഖബറിന് വരെ മഹത്വമുണ്ട്. സാധാരണ മുഅ്മിന്റെ ഖബറിന് വരെ ചവിട്ടാൻ പാടില്ല, ഖബറിന്മേൽ ചെരുപ്പിട്ടവർ ചവിട്ടാൻ പാടില്ല, ഖബറിന്മേൽ ഇരിക്കാൻ പാടില്ല, ഇതൊക്കെ ഹദീസ് പറഞ്ഞ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. എന്തുകൊണ്ട്? മുഅ്മിന്റെ ഖബറിന് വരെ ഒരു ഹുർമത്തുണ്ട്, അതിന് മഹത്വമുണ്ട്. അതാരും എതിർത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഖബറിനുണ്ട്, അമ്പിയാക്കന്മാരുടെ ഖബറിനുണ്ട്, മഹാന്മാരുടെ ഖബറിനുണ്ട്, സത്യവിശ്വാസികളുടെ ഖബറുകൾക്കെല്ലാം ഒരു മഹത്വമുണ്ട്. അത് പല രൂപത്തിലുണ്ട്. അമ്പിയാക്കളാണോ മുഅ്ജിസത്തുണ്ട്, മഹാന്മാരാണോ കറാമത്തുണ്ട്, അതൊന്നും തർക്കമുള്ള കാര്യമല്ല. പക്ഷെ അവിടെ പോയി അവരോട് തേടാൻ പറ്റുമോ? അത് പാടില്ല എന്ന് ഇക്കിതാബിൽ ചുരുങ്ങിയ 150 പേജിൽ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ വായിച്ച ഭാഗത്തിന് അദ്ദേഹം ഹെഡിങ് കൊടുത്തത് തന്നെ എന്താ അറിയോ? അൽ ബിദ്ഉൽ മക്കാനിയ്യ. അൽ ബിദ്ഉൽ മക്കാനിയ്യ, ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദ്അത്തുകൾ, ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദ്അത്തുകൾ എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിലാണ് അദ്ദേഹം എന്തു പറഞ്ഞത്? ഖബറുകളെ വിശേഷിപ്പിച്ചത്. ഖബറുകൾ എന്ന് അദ്ദേഹം പറയാ, ആ കൂട്ടത്തിൽ ധാരാളം ഖബറുണ്ട്. ചിലത് ചില അമ്പിയാക്കന്മാരെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു, ചിലത് പേരറിയാതെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ചില ഖബറുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശരിയല്ല. ഞാൻ വായിച്ചുതരാം. അത് കുറഞ്ഞപ്പോൾ പോലും പ്രതീക്ഷിച്ചില്ല, അത്ര ഉപകാരപ്പെടുന്നത്. അവിടുന്ന് ആരംഭിക്കുന്നത് 2 വകുപ്പ്. ഇദ്ദേഹം അതിൽ 4 വകുപ്പ് പറഞ്ഞു. 1 സമയവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത്, 2 സ്ഥലവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത്. എന്നാൽ അത് രണ്ടിനെയും രണ്ടാക്കി തിരിച്ചു. സമയവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത് അത് 2 രൂപത്തിൽ കാണാം. 1 ഇസ്ലാമിൽ സവിശേഷതയുള്ള സമയം, പക്ഷേ അത് പ്രത്യേകം ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. 2 ഇസ്ലാമിൽ സവിശേഷത പറയാത്ത സമയം, അത് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ 2 എണ്ണം. മക്കാൻ സ്ഥലവുമായി ബന്ധപ്പെട്ട് 2 എണ്ണം. 1 സവിശേഷതയുള്ള സ്ഥലങ്ങൾ, പക്ഷേ അത് ഈദാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. 2 സവിശേഷത ഇല്ലാത്ത സ്ഥലങ്ങൾ, അതിനെയും ഈദാക്കാൻ പറ്റൂല. എന്നിട്ട് പറയാം രണ്ടാമത്തെ വകുപ്പ് ഏതായോ? സവിശേഷതയുള്ള സ്ഥലങ്ങൾ, ഖുസൂസിയത്തുള്ള സ്ഥലങ്ങൾ. ലാകിൻ ലാ യഖ്തലി ഇത്തിഖാദുഹാ ഈദാ വലസ്സലാത്തു വനഹ്വിഹാ മിൻ ഇബാദാത്തി ഇൻദഹു. നിങ്ങളെ വക്കിലുണ്ടാവില്ല അത്. എന്താ പറഞ്ഞത്? സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, പക്ഷേ ആ പ്രത്യേകത ഉണ്ട് എന്നതുകൊണ്ട് അവിടെ നമസ്കരിക്കാൻ പറ്റൂല, അവിടെ ആഘോഷ കേന്ദ്രമാക്കാൻ പറ്റൂല. വനഹ്വിഹാ മിൻ ഇബാദാത്തി, നമസ്കാരം പോലുള്ള മറ്റു ഇബാദത്തുകളും പാടില്ല. ഇൻദഹു, അതിന് സമീപത്ത് വെച്ച്. ഫമിൻ ഹാദിഹിൽ അംകിന, ഈ ഇത്തരം സ്ഥലങ്ങളിൽ പെട്ടതാണ് ഖുബൂറുൽ അംബിയാ വസ്സാലിഹീൻ, അമ്പിയാക്കന്മാരെ ഖബറുകൾ, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ. സവിശേഷതയുണ്ട്, പക്ഷെ അത് ആരാധനാ കേന്ദ്രമാക്കിക്കൂടാ, അവിടെ നിസ്കരിച്ചുകൂടാ, അവിടെ പ്രാർത്ഥിച്ചുകൂടാ, അവിടെ ഉത്സവ കേന്ദ്രമാക്കി ആഘോഷ കേന്ദ്രമാക്കി മാറ്റാനും പാടില്ല. വഖദ് ജാഅനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു, വസ്സലഫി, സലഫുകളിൽ നിന്നും വന്നിരിക്കുന്നു, അന്നഹി അൻ ഇത്തിഖാദിഹാ ഈദാ, ഇത് ആഘോഷമാക്കുന്നതിനെ വിലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രവുമല്ല ഉമൂമൻ വഖുസൂസ, പൊതുവായും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായും പറഞ്ഞിട്ടുണ്ട്. വബയ്യനൂ മഅനൽ ഈദി, ആ ഈദിന്റെ ഉദ്ദേശം എന്താണ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഉമൂമായത് പറയാം, മൊത്തത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ലാ തജഅലൂ ബുയൂതകും ഖുബൂറ വലാ തജഅലൂ ഖബ്രി ഈദാ വസല്ലൂ അലയ്യ ഫഇന്ന സ്വലാത്തകും തബ്ലുഗ്നി ഹൈസുമാ കുൻതും എന്ന ഹദീസ് പറഞ്ഞു. നിങ്ങളെ വീട് ഖബർസ്ഥാനാക്കാൻ പാടില്ല. രണ്ടാമത്തെ ഹദീസ് കൊടുത്തത്, അതിന് പണ്ഡിതന്മാരെ വിശദീകരണം കൊടുത്തു ഹദീസിനെ കുറിച്ച്. ശേഷം പറയുന്നു, വകുലു ജുംലത്തി മിൻ ഹാദിൽ ഹദീസി റുവിയത് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അസാനിദ മഅറൂഫ വഇന്നമൽ വറദു ഹുനാ അന്നഹി അൻ ഇത്തിഖാദിഹി ഈദാ. മഅറൂഫായ സനദോടുകൂടി ഈ ഹദീസിന്റെ എല്ലാ വാചകങ്ങളും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈദാക്കാൻ പാടില്ല. പിന്നെയും അദ്ദേഹം ഹദീസ് കൊടുക്കുന്നു. ശേഷം ഒക്കെ പറഞ്ഞോളി. ശേഷം നബി തങ്ങൾ ഖബറിനെ പറ്റി പറഞ്ഞു, അന്ന ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു ഖബറിൻ അലാ വജ്ഹിൽ അർളി, നബിയുടെ ഖബർ ഭൂമുഖത്തെ ഖബറിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ഖബറാണ്, ശ്രേഷ്ഠമായ ഖബറാണ്. വഖദ് നഹാ അൻ ഇത്തിഖാദിഹി ഈദാ, അതിനെയും ഈദാക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഹദീസ് ഏതാ?
ഇജ്അലൂ മിൻ സ്വയാത്തിക്കും ഫീ ബുയൂത്തിക്കും വലാ തത്തഖിദുഹാ ഖുബൂറ എന്ന് പറഞ്ഞ ഹദീസും അതേപോലെ വലാ തജ്അലൂ ഖബ്രി ഈദാ, എൻ്റെ ഖബർ ആകാശകേന്ദ്രമാക്കാൻ പാടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. പിന്നെ സ്വഹാബത്തിൻ്റെ ഇത് പറഞ്ഞു, താബീങ്ങൾ ഇത് പറഞ്ഞു. അതൊക്കെ സവിശേഷത ഉണ്ടെങ്കിലും ഈ വക പണിക്ക് അവിടെ പഠിപ്പിച്ചിട്ടില്ല. എന്നൊരു അവസാനം പറയാ വസിയാറത്തുൽ ഖുബൂരി ജായിസത്തുൻ ഫിൽ ജുംല. മൊത്തത്തിൽ പറഞ്ഞാൽ ഖബർ സിയാറത്ത് ജായിസാണ്. ഹത്താ ഖുബൂറുൽ കുഫാർ, അവിശ്വാസികളുടെ ഖബർ വരെ സന്ദർശിക്കൽ അനുവദനീയമാണ്. കാരണം ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ അതിൽ തെളിവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഹദീസും കൊടുക്കുന്നു. എന്നിട്ട് ശേഷം അദ്ദേഹം പറയാ ഇനി ആ സിയാറത്തിന് യാത്ര പോകാൻ പറ്റൂല, അതും പറഞ്ഞു. അവസാനം പറഞ്ഞു ഇതല്ലാത്ത കുറെ മുഹ്ദസാത്തുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതെന്താ? ഒന്ന് അസ്സലാത്തു ഇൻദൽ ഖുബൂരി മുത്ലഖ, ഖബറിനടുത്ത് വെച്ച് നിസ്കരിക്കുന്നു. വത്തിഖാദുഹാ മസാജിദ, അതിനെ ആരാധനാ കേന്ദ്രമാക്കുന്നു. ഔ ബിനാഉൽ മസാജിദ് അലൈഹ, അലി ഖബറിന് മേൽ ആരാധനാലയം നിർമ്മിക്കുന്നു. ഇതൊക്കെ വഖദ് തവാതറത്തിൻ നുസൂസു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നഹി അൻ ദാലിക, ഇതൊക്കെ പാടില്ല എന്ന് മുതവാത്തിറായി വന്നിരിക്കുന്നു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളാണ് ഇത് കാണാൻ നടക്കുക എന്നൊരു അവസാനം ഇതൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറയാ എന്നാൽ ഇതേപോലെ മറ്റൊരുപാട് പണി സമൂഹത്തിലുണ്ട്. അതെന്താ എണ്ണി പറയുന്നു. ഒന്ന്, അദ്ദേഹം പറയുന്നു ഇങ്ങനെ കെട്ടിയുയർത്തിയ ഖബറുണ്ടായുള്ള പ്രശ്നം എന്താ? ഒന്ന്, അത് മറ്റുള്ള ആളുകളെ മറവ് ചെയ്യാൻ കിട്ടാത്ത വിധം അത് റിസർവ് ചെയ്ത് തടയപ്പെട്ടു പോകും, അത് പാടില്ല. രണ്ട്, ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ മുസ്ലിം ഫീ സ്വഹീഹിഹി അൻ ജാബിർ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യുബ്നാ അൽ ഖുബൂരി, ഖബർ എടുപ്പുണ്ടാക്കൽ പാടില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്നു. 4, അന്ന ബിനാ അൽ മതാഹിർ ലത്തി ഹിയ മഹല്ലു നജസാത്തി ബൈന മഖാബിൽ മുസ്ലിമീൻ മിൻ അഖ്ബഹി മാ തജാവറ ബിഹിൽ ഖുബൂർ ലാ സിയമാ ഇൻ കാന മഹല്ലൽ മുതഹറത്തി ഖബർ റജുലി മുസ്ലിമിൻ. തഹാറത്തുള്ള സ്ഥലത്ത്, തഹാറത്തുള്ള കേന്ദ്രം അത്തരം സ്ഥലത്ത് ഉണ്ടാക്കാൻ പാടില്ല. 5, ഇത്തിഖാദുൽ ഖുബൂരി മസാജിദ, ഖബറുകൾ ആരാധന